ലോട്ടറി എടുപ്പായിരുന്നു, അത് നിർത്തി. ഇപ്പോൾ പോച്ചച്ചേട്ടൻ്റെ ഈ തേയില മേടിക്കുക, തേയിലയും മിച്ചം ഇവിടെ അടിക്കുക, രക്ഷപ്പെടാമല്ലോ. ലോട്ടറി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ചായയെങ്കിലും കുടിക്കാമല്ലോ. അടിച്ചാൽ നമുക്ക് ഭാഗ്യം, പോയാൽ 40 രൂപ. സാധാരണ ഇവിടെ വന്നാൽ കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഒന്നും വന്നപ്പോൾ കിട്ടിയില്ല. അയ്യോ, ഒരിക്കലും അങ്ങനെ ലോട്ടറിക്കെതിരെ ഉള്ള ഒരു ഇത്, കാരണം ലക്ഷക്കണക്കിന് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സംരംഭമാണ് ഇതിപ്പോൾ ഒരാൾ വാങ്ങിയാൽ ഇതിൽ വരുന്ന പ്രൈസ് അത് എത്ര ആണെങ്കിൽ പോലും ആ വ്യക്തിക്കാണ്. അതിൽ നിന്നും എത്രയോ ബെറ്ററാണ്. തേയിലയുണ്ട്, ഒരു സമ്മാന കൂപ്പണും ഉണ്ട്. ഇതിൽ അവർക്ക് ഈ മുടക്കുന്ന 40 രൂപയെക്കാട്ടിൽ കിട്ടുന്നുണ്ട് ഈ സമ്മാന കൂപ്പണിൽ. അപ്പോൾ ഇത് ഒരിക്കലും ഒരു കൂടുതലല്ല. റാന്നിന്ന് 10 എണ്ണം വാങ്ങാനായിട്ട് വന്ന ആളാണ്, പക്ഷെ 5 എണ്ണേ കിട്ടിയുള്ളൂ അല്ലേ? സ്റ്റോക്കില്ല, തീർന്നു പോയെന്ന്. നല്ലൊരു സംരംഭമാണ് ലോട്ടറിയെക്കാട്ടിലും. ഇത് നമുക്ക് ഒന്നും നഷ്ടമാണ്. ലോട്ടറി മേടിച്ചാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇതാകുമ്പം 40 രൂപ നമുക്ക് പോയാലും നഷ്ടമാകുന്നില്ല, നമുക്ക് ചായ കുടിക്കാം. അപ്പം എന്തായാലും ഭാഗ്യപരീക്ഷണത്തിൽ ഞാനും എൻ്ററായി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്തായാലും ആ ഒരു ഭാഗ്യം പരീക്ഷിച്ച്. അപ്പോൾ ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യം പരീക്ഷിക്കുന്ന ലോട്ടറി. 40 രൂപ മുടക്കി ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനോ ലക്ഷപ്രഭുവോ ഒക്കെ ആകാം. ഇന്നത്തെ ഭാഗ്യം നിങ്ങളുടെ കൂടെ അല്ല എങ്കിൽ ആ 40 രൂപ വേസ്റ്റ് ആകും. ഇതാണ് ബോച്ചയുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന ബോച്ചേറ്റി. 40 രൂപ മുടക്കി ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനാകാം, ഇല്ലെങ്കിൽ നല്ല അസലൊരു ചായ കുടിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കാനും സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ ഒരു ബോച്ചയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, കേരളത്തിലെ ലോട്ടറി വിൽപ്പനയെ ഈ ഒരു ചായപ്പൊടി സാരമായി ബാധിച്ചു എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ ലോട്ടറി വിൽപ്പനയെ ഈ ഒരു ചായപ്പൊടി ബാധിക്കുന്നത് എന്നുള്ളത്? അതായത് ഇതിൻ്റെ കൂടെ, ഈ ഒരു ചായപ്പൊടിയുടെ കൂടെ ഒരു ലക്കി ടിക്കറ്റ് കൂടി നൽകപ്പെടുന്നുണ്ട്. ഈ ഒരു ലക്കി ഡ്രോ ഡെയിലി ഉള്ളതാണ്. അപ്പം ഈ ഒരു ലക്കി ഡ്രോയിലൂടെ ഒരുപാട് ഭാഗ്യശാലികളെ കണ്ടെത്താനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും 40 രൂപ മുടക്കി, ചിലപ്പോൾ ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ 40 രൂപ മുടക്കി ഒന്നും കിട്ടാത്ത ലോട്ടറി എടുക്കുന്നതിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു ചായപ്പൊടിയെങ്കിലും കിട്ടുന്നില്ലേ എന്ന് കരുതി ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഈ ഒരു ചായപ്പൊടിയുടെ പിന്നാലെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ കേരളത്തിൽ പ്രചാരം നേടിയ ഒരു ചായപ്പൊടിയും ഒരു ബ്രാൻഡുമാണ് ബോച്ചേറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ചായപ്പൊടിക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. നമ്മളിപ്പോഴുള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു ചേച്ചിയുണ്ട്, മല്ലിക. ഈ ബോച്ചേറ്റി മൂലമാണ് ആ ചേച്ചിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു പെട്ടിക്കടയിൽ കുറച്ച് നാരങ്ങ വെള്ളവും മറ്റുമായി കച്ചവടം നടത്തിയിരുന്ന മല്ലിക എന്ന് പറയുന്ന ആ ചേച്ചി ഇപ്പോൾ ബോച്ചെ ടീയുടെ ഒരു ഔട്ട്ലെറ്റ് തന്നെ നോക്കിയെടുക്കുക, ഒരു ഫ്രാഞ്ചൈസി തന്നെ നോക്കി നടത്തുകയാണ്. അപ്പോൾ ജീവിതം മാറി മറിഞ്ഞ ഈ ഒരു ബോച്ചെ ടീ മൂലം എങ്ങനെയാണ് മല്ലിക ചേച്ചിയുടെ ജീവിതം മാറി മറിഞ്ഞത് എന്ന് ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. മല്ലിക ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ചേച്ചി, എങ്ങനെയുണ്ട് ഇന്നത്തെ ബിസിനസ്? തുറന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു കട. എങ്ങനെയുണ്ട്? രാവിലെ തുറന്നു. രാവിലെ ഞാൻ 9 മണിയായപ്പോൾ തുറന്നു. അന്നേരം മുതൽ കസ്റ്റമറുണ്ട്. നല്ല കച്ചവടം നടക്കുന്നു. ഇതുവരെയും നല്ല സെയിലുണ്ട്. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു യാത്രയെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും അത് നമുക്കൊരുപാട് സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ജീവിതമാർഗം അതല്ല തുറന്നു തന്നെ ബോച്ച സാറ് നമുക്ക് തുറന്നു തന്നത് നമ്മുടെ ഒരു ജീവിതമാർഗം. അതിൽ നമ്മൾ വിജയിച്ചു. പിന്നെ നല്ലതായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് തീരുമ്പോൾ നമുക്ക് അവർ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ നമുക്ക് ബൾക്കായിട്ട് അവർ സാധനം അയച്ചു തരുന്നുണ്ട്. കസ്റ്റമറെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. സന്തോഷകരമായിട്ട് പോകുന്നു. നല്ല കച്ചവടം, നല്ലതായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എന്താ പറയുക, കുറേ അധികം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ചേച്ചി ഒരു ചെറിയൊരു പെട്ടിക്കടയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആ ഒരു കടയിൽ ഒരു കള്ളം വന്നതോട് കൂടിയിട്ടാണ് ജീവിതം മൊത്തവും മാറി മറിഞ്ഞത് അല്ലേ? ആ ഒരു സംഭവത്തെ പറ്റി എന്താ പറയുക? ആ കള്ളനോട് എന്താ പറയുന്നത്, നന്ദിയുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണല്ലോ ഇന്ന് ദൈവത്തെ പോലെ എനിക്ക് ബോച്ച സാറ് വന്ന് എന്നെ ഇങ്ങനെ ഒന്ന് സഹായിച്ചത്. അപ്പം ആ കള്ളനോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഇവിടെ വന്ന് സാധനം വാങ്ങുന്ന എല്ലാ കസ്റ്റമറും, ഇത് ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് കസ്റ്റമർ. മാനന്തവാടി, തിരുവനന്തപുരം, കൊല്ലംകോട്ട, അങ്ങനെ ഒത്തിരി ദൂരത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതിലും സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഈ മണ്ണിൽ വരാൻ കൊണ്ടുള്ള ഭാഗ്യം ഉണ്ടായതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവരൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ്. നമുക്കിപ്പം സാധാരണ രീതിയിൽ ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏജന്റിന് ഇത്ര ശതമാനം ഒരു പൈസ കിട്ടാറുണ്ടല്ലോ ആ ലോട്ടറിയുടെ വിഹിതത്തിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ലക്കി ഡ്രോയിലൂടെ ചേച്ചിക്ക് വല്ലതും കിട്ടാറുണ്ടോ? എനിക്ക് അങ്ങനെ ഇല്ല. ഓ, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ വാങ്ങുന്ന ആൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരാൾ വാങ്ങിയാൽ ഇതിൽ വരുന്ന
പ്രൈസ് അത് എത്ര ആണെങ്കിൽ പോലും ആ വ്യക്തിക്കാണ്. നമുക്കിതിൽ 1 രൂപ പോലും ഇല്ല. നമുക്ക് കിട്ടുന്നത് അവർക്ക് പ്രൈസ് അടിച്ചിട്ടെന്നുള്ള സന്തോഷം അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി ഈ തേയിലയും ഇതിനകത്ത് കിട്ടുന്ന ആ ബമ്പർ പ്രൈസും ആ പ്രൈസ് എത്രയോ അത് അവർക്കാണ്. ഓക്കെ, ഈ ഒരു പാക്കറ്റിന് എത്ര രൂപയാണ്? 40 രൂപയാണ് വില. 40 രൂപ 40. ഓക്കെ, അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ ഒരു കേസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡെയിലി ലക്കി ഡ്രോ നടത്തുന്നത് ലോട്ടറി വ്യാപാരത്തിനെ, സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി വ്യാപാരത്തിനെ ബാധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു ഇതിനെതിരെ എന്താ പറയാനുള്ളത്? അയ്യോ, ഒരിക്കലും അങ്ങനെ ലോട്ടറിക്കെതിരെ ഉള്ള ഒരു ഇത്, കാരണം 100 കോടി ലക്ഷക്കണക്കിന് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സംരംഭമാണ് ഇത്. അല്ലാതെ ലോട്ടറി പോലെ അപ്പം ലോട്ടറിക്ക് പ്രൈസ് കൊടുത്താൽ പോരെ. ഇതെന്ന് പറയുന്നത് ഒരുപാട് പാവങ്ങൾക്ക്. ഇപ്പം ഞാൻ ഒരു നിവൃത്തി ഇല്ലാതെ നിന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു നിലയില്ലാക്കയത്തിൽ നിന്നപ്പോഴാണ് നമുക്ക് രക്ഷയായത്. എന്ന് പറയുന്ന പോലെ ഈ ലോകത്ത് 100 ആയിരക്കണക്കിന് ആൾക്കാർക്ക് അങ്ങനെ ഒരു രക്ഷയാകുന്നില്ലേ? അതപ്പം നമ്മളിപ്പം ഒരു നല്ലതല്ലേ ഇത്? ഇപ്പം നമ്മുടെ ഇവിടെ ചായക്കട, അതായത് ചായപ്പൊടി മാത്രമാണോ വിൽപ്പനയ്ക്കുള്ളത്, അതോ മറ്റു സാധനങ്ങളും വിൽക്കുന്നത്? നമുക്ക് നാരങ്ങ വെള്ളം അന്ന് മുതലുണ്ട്, നേരത്തെ ഉണ്ട് നാരങ്ങ വെള്ളവും മറ്റുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളതൊന്നും ഇപ്പം ഇല്ല. നമ്മളിപ്പോൾ തേയില വെള്ളവും നാരങ്ങ വെള്ളം മാത്രമേ നമ്മളിപ്പം ഓടിക്കുന്നുള്ളൂ. ഇപ്പം മഴ ആയതുകൊണ്ട് നാരങ്ങ വെള്ളത്തിന് ഒരു ഡിമ്മായിരിക്കുക. പിന്നെ നമ്മുടെ ഒരു കൈമുതൽ ഇപ്പം ഇത് മാത്രമാണ്. ഇതിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ തേയിലയുടെ പ്രൊഡക്റ്റ് എത്ര 1 മാസം ആകുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു റീച്ച് ഉണ്ടാക്കാനായിട്ട്? തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന കണക്ക് ബോച്ചെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഒരു തള്ളിക്കയറ്റം, കുറേ നാടുകളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു സാധനം വാങ്ങിയിട്ട് പോകുന്നത് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ അത് മാധ്യമങ്ങളിലെല്ലാം ആയിരുന്നില്ല. പിന്നെ കള്ളം കയറി ഒരുപാട് സങ്കടകരമായ അവസ്ഥ അതും കണ്ട് പിന്നെ അങ്ങനെ ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്, വന്ന് വാങ്ങിക്കുന്നുണ്ട്. ആ കള്ളനെ പറ്റി പിന്നീട് എന്തെങ്കിലും അറിവ് കിട്ടി? ഇല്ല, ഇതുവരെയും ആ കള്ളൻ ആരാന്ന് അറിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ആ കള്ളനോട് നമ്മൾ ദേഷ്യപ്പെടാനും കൊണ്ട് പോയി, എങ്കിലും നന്ദിയുണ്ട്. കാരണം അങ്ങനെ ഒരു കാരണത്താൽ ഞങ്ങൾക്ക് ബോച്ച സാറിനെ കാണുവാനാന്നേലും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യാനാന്നേലും നമുക്കിങ്ങനെ ഒരു സംരംഭം തരാനാന്നേലും നമ്മളെ ഒന്ന് കൈപിടിച്ചൊന്ന് കരകയറ്റാൻ ദൈവദൂതനെ പോലെ ഒരാളുണ്ടായല്ലോ. ആ ഒരു നന്ദി കടപ്പാട് എന്നും ഉണ്ടായിരിക്കും. ഈ ഒരു സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപിട്ടുള്ള ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റും? അത് അന്ന് നമുക്ക് മുറുക്കാൻ, നാരങ്ങ വെള്ളം, ബീഡി, പിന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ്, കുലുക്കി സർബത്ത്, ഇങ്ങനെയൊക്കെയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടില്ലെന്നല്ല, നമുക്കതിൽ തുച്ഛമായതായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് ഈ ഒരു സംരംഭം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ജീവിതമാർഗമായി. ചേച്ചീനെ പറ്റി പറഞ്ഞില്ലല്ലോ. ചേച്ചി ആരാണ്? പേരെന്താണ്? രാധ. ആരാണ് ഈ ഒരു സംരംഭം? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ സ്റ്റാർട്ട് ചെയ്തത്? അതെ. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പം ഫാമിലി എന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംരംഭത്തിലേക്ക് കയറിയപ്പോഴത്തേക്ക്? ഒരു ബിസിനസ് വുമണായിട്ട് മാറും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു? ഞാൻ ചെറുപ്പത്തിലാണെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ കടയിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ഇത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വഴിയോര കച്ചവടം എങ്ങനെയാണെങ്കിലും അതിനോടായിരുന്നു താല്പര്യം എനിക്ക്. അപ്പോൾ ഒരു ബിസിനസ് അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനായി. അങ്ങനെയാണ് ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ കടയാണ്. ഞാൻ ആദ്യം ഒരു കട ഇട്ടത് അവിടെ വാടകയൊക്കെ കൂടുതലാണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. പിന്നീട് ഈ കട പണിത് നമ്മുടെ വീടിനടുത്ത് വെച്ച് അവിടെ അപ്പം ഈ വണ്ടിയൊക്കെ നിർത്താനും കൊണ്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലം നോക്കി നമുക്ക് കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് സ്ഥാപിക്കുകയായിരുന്നു. എനിക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം. ഒരു ബിസിനസ്സാണ് എൻ്റെ സ്വപ്നവും ആഗ്രഹവും. ഇതിലും മെച്ചപ്പെട്ട നല്ലൊരു ഉറപ്പുള്ളൊരു ഷട്ടറുള്ള കടയിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് നല്ലൊരു ഇതാണ് എൻ്റെ സ്വപ്നവും ആഗ്രഹവും. പക്ഷേ ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാം തമ്പുരാൻ്റെ കയ്യിലാണ്. തമ്പുരാൻ രക്ഷയ്ക്കും കരകയറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ സ്വയം സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം പദ്ധതികളും മറ്റും ഈ സർക്കാരിൻ്റെ വകയായിട്ടുണ്ടല്ലോ, അതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് ബാങ്കുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ബാങ്ക്, പഞ്ചായത്ത്, വില്ലേജൊക്കെ. അപ്പം അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോമിനി വേണം, പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഇൻകം കാണിക്കണം. അങ്ങനെ ഒത്തിരി നൂലമാലകൾ വന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല.
ഒരു സഹായം എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് തേടിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴായിരുന്നു ഈ ഒരു സഹായമായി ഇദ്ദേഹം എത്തിയത്. അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് പണയപ്പെടുത്തിയാണ് ഈ കട മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇനി അവരുടെതൊക്കെ എടുത്തു കൊടുക്കണം. ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല. എല്ലാം കടയുടെ ഇത് പണിയുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കാലൊക്കെ മുറിയൊക്കെ ചെയ്തു. അപ്പോൾ ആ ആശുപത്രി ചിലവ്, അവരുടെ ചിലവ് എല്ലാം അങ്ങനെ ഒത്തിരി ഇടമൊക്കെയാണ് ഇപ്പോഴും. ആ കടത്തിലും ഇടത്തിലും ഇപ്പോഴും മുങ്ങിക്കൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് എങ്കിലും ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പാണ് തമ്പുരാൻ്റെ നിധി പോലെ ഈ തേയില എന്നുള്ളത്. അങ്ങനെയെങ്കിലും നമ്മളെ അടുത്തങ്ങ് വന്നാലേ പുള്ളി കാണിയത് പറഞ്ഞാൽ ഞാൻ തിരക്കിയത്. ഇന്നും 5 വീതം മേടിക്കുന്നു. ഈ പോച്ചേട്ടാ ഞാൻ എന്നും 5 വീതം മേടിക്കുന്നുണ്ട്. കാണുകയാണെങ്കിൽ നമ്മളായിട്ടൊന്ന് സഹകരിക്കണം കേട്ടോ. നമ്പർ വേണേ തരാം. നമ്മുടെ പോച്ചേട്ടാ ഞാൻ സ്ഥിരം 5 വീതം മേടിച്ചോണ്ട് പോകുന്നത്. 10 പൈസ അടിച്ചിട്ടില്ല നമ്മളെ കടക്കാരനായിട്ട് നിൽക്കുക. അടിക്കാതെ 2-3 ലക്ഷം രൂപ കിട്ടിയാണെങ്കിൽ ഭാഗ്യമാ. ലോട്ടറി എടുപ്പായിരുന്നു, അത് നിർത്തി. ഇപ്പൊ പോച്ചേട്ടൻ്റെ ഈ തേയില മേടിക്കുക, തേയിലയും മിച്ചം ഇവിടെ അടിക്കുക, രക്ഷപ്പെടാമല്ലോ. ഇല്ല, അടിച്ചിട്ടില്ല. ലോട്ടറി എടുക്കത്തില്ല, അങ്ങനെ വല്ലപ്പോഴും ഒന്നും എടുക്കും. സുഖമില്ലാത്തവരൊക്കെ വരുവാണെങ്കിൽ 5-6 ഒക്കെ എടുക്കും. ഇപ്പം പക്ഷേങ്കിൽ ലോട്ടറി ഈ ബോച്ചയുടെ ഈ ഒരു തേയില വന്നതോട് കൂടിയിട്ട് ലോട്ടറിക്ക് ഭയങ്കര ഇടിവ് വന്നു സംസ്ഥാന സർക്കാരൊക്കെ പറയുന്നത് സത്യമായ കാര്യമാണ്. തേയിലയും കിട്ടും, ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അടിച്ചാൽ രക്ഷപ്പെടാമല്ലോ. മറ്റേ 5000-ന് വേണ്ടി വൈകുന്നേരം കാത്തിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇതിനകത്തൊരു വേറൊരു ഗുണം കൂടെ ഉണ്ടല്ലോ. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ പൈസ മൊത്തത്തിൽ നമുക്ക് കിട്ടുമല്ലോ. മറ്റതിന്റെ ടാക്സും കാര്യങ്ങളും അതും ഇതും ഒക്കെ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് അടിക്കുമായിരിക്കും. ഒന്നെങ്കിൽ ഓട്ടോയ്ക്കാണെങ്കിൽ 40 രൂപ, അല്ലെങ്കിൽ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഓട്ടോയ്ക്കാണെങ്കിൽ 40 രൂപ. അമ്പലക്കടവ് കുമ്പോൺ ജംഗ്ഷനിൽ ഇറങ്ങി വലത്തോട്ട്. അപ്പം നമ്മൾ വന്നപ്പം തൊട്ടുന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചും അല്ലാതെയും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയാണ്, സ്റ്റോക്ക് ഉണ്ടോ, തേയില വാങ്ങിക്കാനായിട്ട് വരട്ടെ, ഏത് വഴിയാണ് വരേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ വിളിക്കുന്നവരെല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റാറുണ്ടോ? ഞങ്ങളുടെ രണ്ടിൻ്റെ ഫോൺ ഞങ്ങൾ ആഹാരം പോലും കഴിക്കാനുള്ള ഞങ്ങൾക്ക് ടൈം കിട്ടത്തില്ലായിരുന്നു. അതുപോലെ ഫോൺ കോളും. കാരണം ഒരുപാട് ദൂരെ നിന്നൊക്കെ വീഡിയോസ് കണ്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വഴി ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ഒരു 9-10 മണി വരെയൊക്കെ നമ്മൾ ഉറങ്ങാതെ 11 മണി വരെയൊക്കെ ഉറങ്ങാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. വെളുപ്പിനെ ഞാൻ 6 മണിക്കൊക്കെ എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ സന്തോഷമുണ്ടായിരുന്നു അതിൽ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ നിന്നും ഒരു ജീവിതമാർഗം, അല്ലെങ്കിൽ ഇതിൽ നിന്നും അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്മയും ഒരു സന്തോഷമായതുകൊണ്ട് ആരെന്തോ ചോദിച്ചാലും അതിന് മറുപടി നല്ല രീതിയിൽ പറയാനും കൊണ്ടുള്ള ഒരു. ചേട്ടാ എത്ര വാങ്ങിച്ചു? 5 എവിടുന്നാ വരുന്നത്? ഇപ്പൊ വിളിച്ചു ചോദിച്ച ചേട്ടനാണോ? നിങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഫോണിൽ ചേച്ചിക്ക് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഫോൺ വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു. അപ്പോൾ ചേട്ടനായിരുന്നല്ലേ? എത്രണ്ണത്തിനാ വന്നേ? 10 റാന്നിന്ന് 10 വാങ്ങാനായിട്ട് വന്ന ആളാണ്. പക്ഷെ 5 കിട്ടിയുള്ളൂ അല്ലേ? സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയെന്ന്. ആദ്യമായിട്ടാണോ വാങ്ങുന്നത്? അതിനകത്ത് ഫേസ്ബുക്കിനകത്ത് കണ്ടുവന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഇവിടുത്തെ ചായ കുടിച്ചോണ്ട് കോടീശ്വരനാകാനുള്ള ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് പോവാണ്. നല്ല സംരംഭമാണ്. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം 1000 രൂപ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ തന്നെ ഒരു കേസ് ബോച്ചയുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ളത്, അതായത് ലോട്ടറി വിൽപ്പനയെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനെന്നാൽ ഇത് നല്ലൊരു സംരംഭമാണ്. ലോട്ടറിയെക്കാട്ടിലും ഇത് നമുക്ക് ഒന്നും നഷ്ടമാണ്. ലോട്ടറി മേടിച്ചാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇതാകുമ്പം 40 രൂപ നമുക്ക് പോയാലും നഷ്ടമാകുന്നില്ല. നമുക്ക് ചായ കുടിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി തേയില? ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ആദ്യമായിട്ടാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇവിടെ അടുത്താണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഒരു തേയില വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്? എല്ലാവരും പറഞ്ഞ് ഇതിനെപ്പറ്റി കുറേ പേര് അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് കേട്ടിട്ടാണ് വാങ്ങിക്കാൻ വന്നത്. ആദ്യമായിട്ടാണ് ഈ ലക്കി ഡ്രോ പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. എന്ത് തോന്നുന്നു? അറിയത്തില്ല, ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം. ലോട്ടറി ഒക്കെ എടുക്കാറുണ്ടോ? ഹസ്ബൻഡ് എടുക്കാറുണ്ട്. എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ അടിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഭാഗ്യം കൂടി പരീക്ഷിക്കാന്ന് കരുതി. എന്തായാലും ലോട്ടറി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ചായെങ്കിലും കുടിക്കാമല്ലോ. പോയാലൊരു 40 രൂപയല്ലേ പോത്തുള്ളൂ. അതെ, വേറെ ഇതൊന്നും ഇല്ലല്ലോ. അടിച്ചാൽ നമുക്ക് ഭാഗ്യം, പോയാൽ 40 രൂപ. എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുഴപ്പമില്ല, നല്ല തിരക്കാണ് ഇവിടെ. സാധാരണ ഇവിടെ വന്നാൽ കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഒന്നും വന്നപ്പോൾ കിട്ടിയില്ല.
ഓക്കെ, കുറേ നാട്ടിൽ നിന്നൊക്കെ വേറെ നാട്ടിൽ നിന്നൊക്കെ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, കുറേ പേരൊക്കെ പുറത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഭാഗ്യം പരീക്ഷിച്ചിട്ട് നമ്മുടെ അടുത്ത് നമ്മൾ ഇനിയും വരും. അപ്പോൾ അഭിപ്രായം പറയണം. ശരി. എവിടുന്നാ വരുന്നത്? കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഈ ഒരു ചായപ്പൊടി വാങ്ങിയിട്ട് പോവാണ്. ഓക്കെ, എന്ത് തോന്നുന്നു? നല്ല ആദ്യമായിട്ട് വാങ്ങിക്കുവോ? എന്താണെന്ന് ഇനി വേണം അറിയാനല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? എങ്ങനെയുണ്ട് അവരുടെ പെരുമാറ്റമൊക്കെ? എങ്ങനെയുണ്ട്? നല്ല പെരുമാറ്റമാണ്. ഞാനിത് നെറ്റ് വഴിയിലെല്ലാം കണ്ട് അങ്ങനെ അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ചായ കുടിച്ച് ഭാഗ്യം പരീക്ഷിക്കുവാനുള്ള ആ ഒരു സമയം ഞാനും വെറുതെ കളയുന്നില്ല. ഞാനും എന്തായാലും ഒരു ചായപ്പൊടി വാങ്ങി എൻ്റെ ഭാഗ്യം അങ്ങ് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ചേച്ചി എനിക്കും ഒരെണ്ണം തന്നേക്ക് കേട്ടോ. ഓക്കെ, അതാണ്ടേ ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലക്കി ഡ്രോയിലൂടെ ആ 25 കോടി എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നാ ഇതാ ചേച്ചി. അപ്പോൾ എന്തായാലും ചായ കുടിച്ച് ഞാനും കോടീശ്വരി ആകുമോ എന്നൊന്ന് നോക്കാം. ഒപ്പം തന്നെ എന്തായാലും നമുക്കിത് വേർത്താണ്. കാരണം ഇപ്പം ഇവൻ കോടീശ്വരി ആയിട്ടില്ല എന്നാൽ പോലും ആ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നമ്മുടെ കൂടെ ഭാഗ്യമില്ല എന്നാൽ പോലും നമുക്ക് 40 രൂപ വെറുതെ കളയുന്നില്ല. നമ്മളൊരു ചായ കുടിച്ച് നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി നല്ലൊരു ചായ കുടിക്കാം. അങ്ങനൊരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്കറ്റിനകത്തുള്ള കൂപ്പണും എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് അപ്പോൾ ആ ലക്കി ഡ്രോ കൂപ്പൺ. അപ്പം ഇതിൽ QR കോഡ് ഉണ്ട്. ഈ ഒരു കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട വിവരങ്ങളെല്ലാം ആ ഒരു കോഡ് സ്കാൻ ചെയ്യുമ്പോഴും സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലക്കി ഡ്രോയിൽ വിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ കോളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ആ ഒരു ഭാഗ്യശാലിയാണ് എന്നുള്ള കാര്യം അവർ തന്നെ അറിയിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഭാഗ്യം ഞാനൊന്ന് പരീക്ഷിക്കുകയാണ്. എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ടീമിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഭാഗ്യപരീക്ഷണത്തിൽ ഞാനും എൻ്ററായി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്തായാലും ആ ഒരു ഭാഗ്യം പരീക്ഷിച്ച്. ഇപ്പോഴും ഒരുപാട് പേരാണ് ഈ ഒരു കടയിലെത്തി ബോച്ചൈ ടീ വാങ്ങിക്കൊണ്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരും ബോച്ചയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നടക്കും. ഇവരുടെ ഈ ഒരു ബിസിനസ് മറ്റൊരു വഴിക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, വളരെ ഗംഭീരമായി തന്നെ. അത്താണി ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് അത്താണിയായി മാറിയതാണ് ഇവർക്ക് ഈ ഒരു ബോച്ചൈ ടീ. ഇവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ഒരു ബോച്ചൈ ടീ അത്താണിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്, മാറുന്നുമുണ്ട്. എന്തായാലും അവർക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ബോച്ചൈ ടീയുമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ മാറട്ടെ എന്ന് പ്രത്യാശിക്കാം.